അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരമാണ് CJP നേതൃത്വം കൊടുത്തുകൊണ്ട് ദില്ലിയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നടന്നതൊക്കെയും. അത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന് എന്ന് പറയുന്നത് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഭയം വന്നിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ എന്ന്. എന്നാൽ മറുവശത്ത് അയോധ്യ വിഷയം പാർലമെന്റിൽ ചർച്ചയാകാതിരിക്കാൻ കൂടി ഇത് കാരണമായില്ലേ? ഞാൻ അങ്ങനെ മാത്രം കാണുന്നില്ല. അയോധ്യ വിഷയം പാർലമെന്റിൽ ചർച്ച വന്നാലും വന്നില്ലെങ്കിലും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം. അത് ഓൾറെഡി BJP ബാധിച്ചു കഴിഞ്ഞിരിക്കും. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനിപ്പോ പാർലമെന്റ് ചർച്ച ചെയ്താലും ചർച്ച ചെയ്തില്ലെങ്കിലും സാധാരണക്കാരന്റെ മനസ്സിൽ അയോധ്യ ഒരു കറയായി BJPക്കെതിരെ നിൽക്കും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം അത് പാർലമെന്റിൽ കൂടി അല്ലാതെ പുറത്തു വരും, മീഡിയയിൽ കൂടി പോലുമല്ല. കാരണം അത് സാധാരണ മനസ്സിലായി. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് UP ഇലക്ഷന് അടുത്ത വർഷം വരാമോ, 2024 തന്നെ അയോധ്യയിൽ കാര്യങ്ങൾ ശരിയല്ല എന്ന് ആ പ്രദേശത്തുകാർക്ക് ബോധ്യം വന്നു. അതുകൊണ്ടാണ് ഫൈസാബാദിൽ, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കുന്നു. സമാജ്വാദി പാർട്ടി, BJP തോൽക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ നാട്ടുകാർക്ക് ഇതിൽ എന്തൊക്കെയോ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. മാത്രമല്ല UPയിൽ തന്നെ വലിയ തിരിച്ചടിയാണ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പൊ BJPക്ക് സേഫ് അല്ല UP. അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഇതിപ്പോ രാമജന്മഭൂമിയിലെ കൊള്ള അല്ലെങ്കിൽ രാമക്ഷേത്രത്തിലേക്കുള്ള വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് RSSന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ഓഡിയൻസ് വേറെയാണ്. ഞാൻ പറഞ്ഞത് രണ്ട് ഓഡിയൻസ്. ഇവിടെ പൊതുസമൂഹം, പ്രത്യേകിച്ചും ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറയിലെ അവരുന്നയിച്ച ചോദ്യങ്ങൾ ഇന്ത്യയിലെ മധ്യവർഗം, പൊതുവെ മോഡിക്ക് എപ്പോഴും വോട്ട് ചെയ്തിരുന്ന മധ്യവർഗവും അതിലെ യൂത്തും വലിയ തോതിൽ മോദിക്കെതിരായി, കേന്ദ്ര സർക്കാരിനെതിരായി. അതാണ് ഇതിലെ കാണുന്ന ഒരു കാര്യം. അത് അവരൊക്കെ മിക്കവാറും നിശബ്ദ വോട്ടർമാരാണ്. ഇതുവരെ ഇതിലൊന്നും ആരോടെങ്കിലും പ്രകടനത്തിന് പോയിട്ടുണ്ടോ, എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടോ, ഇവരെപ്പോഴെങ്കിലും വോട്ടന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ വോട്ടർ ID കാർഡൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അവരൊക്കെ ഈ വോട്ടർ ID കാർഡ് എടുക്കും, ഇവരൊക്കെ വോട്ടർമാരാവും. ഇവര് വോട്ടർമാരാവുന്നു. ഒരു സിസ്റ്റത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. മാത്രമല്ല അവസാന നിമിഷം വരെ ആ തട്ടിപ്പ് നടത്തിയ ആളെ, മന്ത്രി, അതിന് നേതൃത്വം നൽകിയ ആളെ ഇവരെ സംരക്ഷിച്ചു നിർത്തും. ഇവർക്ക് എന്തുകൊണ്ട് ഇയാളെ നേരത്തെ പുറത്താക്കാൻ പാടില്ലായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, ഇയാളെ പുറത്താക്കിയാൽ ചിലപ്പോൾ ഇയാൾ മാത്രമല്ല പുറത്താവും, വേറെ ആരെങ്കിലും ഉണ്ടോ, ഇയാൾ അതിൽ ആരെങ്കിലും പെടുത്തു, അതോ ഇയാളെ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ വേറെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നതാണോ? നമുക്കറിയില്ല. ശബരിമല കൊള്ളയിൽ ഭക്തന്മാരിലേക്ക് നിർത്തിയ പോലെ നിർത്തിയതാണ്, നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി രണ്ട് വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ട് ഓഡിയൻസാണ് ഇവിടെ. ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമരം എന്ന് പറഞ്ഞു വളരെ ശരിയായ കാര്യം. ഇന്ത്യ ഇതുവരെ ഇങ്ങനത്തെ ഒരു സമരം കണ്ടിട്ടില്ല. അതിന് കാരണമുണ്ട്. വ്യവസ്ഥാപിത പ്രതിപക്ഷം ഇത്രയൊക്കെ തട്ടിപ്പുകളും കൊള്ളകളും, വോട്ടർ ID, വോട്ടർ ലിസ്റ്റിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലെ പ്രശ്നങ്ങൾ, നിരവധി മറ്റ് ക്രമക്കേടുകൾ ഒക്കെ കണ്ടിട്ടും ഒരു ഫോഴ്സായി മുമ്പോട്ട് പോകാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല? അപ്രാധികം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് കുറെ കാര്യം ചെയ്യും, അതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതിന് അവരുടേതായ പരിമിതികളുണ്ട്. പല സംസ്ഥാനങ്ങളിലും അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ 2-3 ഭാഗങ്ങളാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ വളരെ ദുർബലപ്പെട്ട് ബംഗാൾ. ഇന്ത്യ മുന്നണിക്ക് ഒരു ക്ഷീണം ഉണ്ടായി. ആ ക്ഷീണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനെ മറികടക്കാൻ ഈ സമരം സഹായിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. അല്ല, അപ്പൊ തന്നെ സമരം സഹായിച്ചു, BJPയെ സമരം ഭയപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ത്യ മുന്നണി ഒരു നല്ല പ്രതിപക്ഷമാകാത്തത് കൊണ്ടാണ് യുവാക്കൾക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. എന്നാൽ മറുവശത്ത് ഇതിനുള്ള ഊർജം നൽകിയത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയാൻ കഴിയില്ല. കാര്യം വോട്ട് ചോരി ആരോപണ സമയത്ത് ഇന്ത്യയിലെ യുവാക്കളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ BJP പോലും പ്രതീക്ഷിക്കാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ലേ കഴിഞ്ഞ ദിവസം സമരവുമായി കോൺഗ്രസ് വന്നത്? തീർച്ചയായിട്ടും. ഞാൻ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അംഗീകരിക്കുന്ന ഒരാളാണ്. വളരെ കൃത്യമായി തന്നെ ചെയ്തത്. അതിന് കാരണം ഇപ്പോ രാഹുൽ ഗാന്ധി വിഷയം മുമ്പ് ഉന്നയിച്ചിട്ടുള്ളതാണ്. കോട്ടയിലാണല്ലോ ആദ്യം ചോർച്ചയുള്ളത്.
കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, രാജസ്ഥാനിൽ നിന്നുകൊണ്ട് യുവാക്കളെ നിങ്ങൾ മുന്നോട്ട് വരണം, ഇത് നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പരിമിതിയായ പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിനൊപ്പമില്ല, കൂടെ പോകാൻ കഴിയുന്നില്ല. അവര് പഴയ ഒരു ജനറേഷനാണ്. ഈ സമരങ്ങളിലും ബാക്കി എല്ലാത്തിലും, സിനിമയിലും നമ്മൾ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിലും ഒരു ന്യൂ ജനറേഷനുണ്ട്. ആ ന്യൂ ജനറേഷനെ ഇതിലേക്ക് ആകർഷിക്കാൻ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മോഡിക്ക് ഒരു വികസനം എന്നൊക്കെ പറഞ്ഞ ആദ്യം കുറെ കാലം കഴിഞ്ഞു. ഇപ്പോൾ യൂത്തിനെ ആകർഷിക്കാൻ കഴിയുന്ന ലീഡർഷിപ്പ് വളരെ ദുർബലമാണ്. അതിലാകെ കഴിയുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്, യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധിക്ക് യൂത്തിന്റെ അപ്രീസിയേഷൻ കിട്ടാൻ കിട്ടുന്നു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയും അദ്ദേഹത്തിന് കുറേ അത് കിട്ടിയിട്ടുണ്ട്. നമ്മളില്ലാന്ന് പറയാൻ പറ്റില്ല യൂത്ത്. പക്ഷേ ഇയാൾക്ക് അവിടെ അധികാരത്തിൽ എത്താൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് യൂത്തിനായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അത് കോൺഗ്രസിനുമായിട്ടില്ല. നാളെ മോഡിയെ മാറ്റി ഞങ്ങൾ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് എത്തിയിട്ടില്ല. അപ്പൊ കോൺഗ്രസ് എത്താത്തത് കൊണ്ട് കോൺഗ്രസിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ ജനറേഷനുമാണ്, പ്രായങ്ങൾ മാത്രം പഴയ ജനറേഷനുമാണ്. അതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ BJP കണ്ടത്. മാത്രമല്ല, ഇതുപോലൊരു സമരമുഖം തുറക്കാൻ കോൺഗ്രസിന് ആവില്ല ഒരിക്കലും. ഈ സമരത്തിൽ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കുട്ടികളുടെ ഇടയിൽ പോയി അല്ല സംസാരിച്ചു, അവരോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. കുട്ടികളോട് ഞാൻ സംസാരിക്കാൻ അവർ ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയോട്. അത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ പോകുന്നു, അവിടെ അദ്ദേഹത്തിന് ഹീനമായ അതിക്രമം നേരിടേണ്ടി വരുന്നു. ആ അതിക്രമത്തിന്റെ ഇന്ററാക്ഷൻ ലോകം മുഴുവൻ വരുന്നു. ഇന്ത്യയിൽ കോൺഗ്രസുകാർക്ക് ഒരു ജീവൻ വയ്ക്കുന്നു. പക്ഷെ കോൺഗ്രസുകാർ ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചതിനെ ആണ് എതിർക്കുന്നത്. അതല്ലല്ലോ എതിർക്കേണ്ടത്. എതിർക്കേണ്ടതിനെ ഇവിടുത്തെ സിസ്റ്റം ഫെയിലിയറിനെ വിരൽ ചൂണ്ടി എതിർക്കാൻ കോൺഗ്രസ് എപ്പോഴും മുമ്പോട്ട് വരുന്നു. ഒരു സമരം നടത്തിട്ട് ഞാൻ പറഞ്ഞ ജൻസിയുടെ സമരത്തിന്റെ കൂടെ കോൺഗ്രസ് നിൽക്കേണ്ട കാര്യമില്ല. അത് നിൽക്കുന്നത് മണ്ടത്തരമാണ്. കാരണം കോൺഗ്രസ് അല്ലല്ലോ സമരം. മാത്രമല്ല അതിന്റെ അജണ്ട നിശ്ചയിക്കുന്നുണ്ട്. ഇതിന്റെ അജണ്ട നിശ്ചയിക്കും. സോനം വാങ്ചുക്ക് അജണ്ട നിശ്ചയിച്ചതാണ്. പക്ഷെ സോനം വാങ്ചുക്കിന്റെ അജണ്ട തെളിയിക്കണം. കാരണം അങ്ങനെ രാഹുൽ ഗാന്ധി വന്നാൽ അദ്ദേഹത്തിന്റേതായ ചില ലിമിറ്റേഷൻസ് വരും. അപ്പൊ അജണ്ട അദ്ദേഹം നിശ്ചയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാഹുൽ പോകാതിരുന്നത്. രാഹുൽ അവിടെ പോകാതിരുന്നത് കൊണ്ടാണ്. ഈ സമരത്തെ എങ്ങനെ സഹായിക്കാം? ഈ സമരത്തെ പുറത്തുനിന്ന് സഹായിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അവിടെ പോയി നിരാഹാരം കിടക്കുന്നതല്ല. രാഹുൽ ഗാന്ധി നിരാഹാരം കിടന്നാലും വളരെ എളുപ്പം മോഡി കണ്ടോ, ഇയാള് പ്രതിപക്ഷത്തിന്റെ സമരമാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ പോകാതിരുന്നത്. ഈ കുട്ടികളുടെ ശബ്ദം കേൾക്കൂ, ഈ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുള്ള പ്രധാനമന്ത്രി വീട്ടിലേക്ക് മാർച്ച് ചെയ്തു. പ്രധാനമന്ത്രി ഒന്നും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു. യെസ്, ഓപ്പോസിഷൻ ലീഡർ വന്നോട്ടെ. ഇപ്പൊ മൻമോഹൻ സിംഗോ നെഹ്റുവോ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ പോലും ഓപ്പോസിഷൻ ലീഡർ വരട്ടെ എന്ന് പറയില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോയി. അല്ല, ലീഡർ വരട്ടെ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടില്ല, പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടാൽ അതിനൊരു ജനാധിപത്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അതിനൊരു ജനാധിപത്യം ഉണ്ട്. പാർലമെന്റ് എന്നുള്ളത് പാർലമെന്റ് ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷത്തിന്റെ റോൾ എന്താ? തെരുവിലും പാർലമെന്റിലും ഈ സമരത്തെ പിന്താങ്ങാന്നുള്ളത്, സമരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല. അത് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചെയ്തു. സമരത്തെ രാഹുൽ ഗാന്ധി നിയന്ത്രിക്കാൻ പോയിട്ട് ഇവരുടെ ഡിമാൻഡിൽ ഇടപെട്ടിട്ടില്ല. നീ ഈ ഡിമാൻഡ് വെക്കണത് വേണ്ട, അയാൾ രാജിവെക്ക് പോകേണ്ട, ഇയാൾ രാജിവെക്ക്. മാത്രമല്ല, ഇവരുടെ ഡിമാൻഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തരുത്. ഇന്നലെ ആ ഒരു കുട്ടിയുടെ ശരീരത്തിലെ പെല്ലറ്റ് കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ക്രിമിനൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്രപ്രധാൻ. അതാണ്. അപ്പോ തന്നെ പോലീസ് അതിക്രമിച്ചതൊന്നുമല്ല വിഷയം. പ്രശ്നം എന്താ? ഈ കുട്ടികളുടെ സമരമാണ്. അങ്ങനെ പറയാൻ രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും തയ്യാറാവാറില്ല. പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, ഞാൻ ഈ സമരത്തിലൊക്കെ പോയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഈ കുട്ടികളോട് ഒന്നും പറയാനല്ല വന്നു. അവർ പറഞ്ഞ് കേൾക്കാനല്ല. കാരണം അവരാണ് ശരി പറയുന്നത്, ഞാനല്ല. അവർ ശരി പറയുക. എന്തുകൊണ്ട്? ഇതുവരെ നമ്മളൊക്കെ നടത്തിപ്പോകുന്ന സമര രീതികൾ ഫെയിലാവും. പുതിയൊരു സമരരീതി വരും. ഞാൻ അവരുടെ ഇൻസ്റ്റയില് കുറെ രസമുള്ള ഒരു സമരരീതികളുണ്ട്. എനിക്കത് വലിയ അത്ഭുതമൊന്നുമല്ല, നമ്മൾ കണ്ടിട്ടുള്ള രീതിയാണ്. ഉദാഹരണത്തിന്, പോലീസുകാരെ അടിക്കാൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂട്ടത്തോടൊന്നും ജനഗണമന ചൊല്ലുക. ദേശീയഗാനം ചൊല്ലിയാൽ പിന്നെ പോലീസുകാർക്ക് നിൽക്കാതിരിക്കും. ദേശീയഗാനം ചൊല്ലുന്ന ആളുകളെ അടിക്കുന്ന വിഷയം എടുത്താൽ അതായത് വലിയ കുഴപ്പം. അപ്പൊ അതുപോലെ ചില സംഗതികൾ ഒരു രാഷ്ട്രീയ നേതാവിനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വെള്ളം ചീറ്റുമ്പോ വാട്ടർ കാനോൺ അടിക്കുമ്പോൾ DJ നടത്താന്ന് പറയാം. ഡി ജെ
വെള്ളത്തിൽ അവർ ഡി ജെ കളിക്കുക. പിന്നെ എന്തിനാ വട്ടക്കിനെ അടിച്ചിട്ടുണ്ടായി? ഇത് ഗാന്ധിയൻ സമരം. നിങ്ങളെ അതിക്രമിച്ച, നിങ്ങളുടെ പേരിൽ അതിക്രമം പ്രയോഗിച്ചാൽ നിങ്ങൾ അത് നിന്നുകൊള്ളുക, നിങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ ആളുകളെ എത്ര അടിക്കാൻ പറ്റും? ഇപ്പൊ സുപ്രീം കോടതിക്ക് തന്നെ മാറി പറയേണ്ടി വന്നില്ല. വിഷ്വൽ നിങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയമില്ല എന്നാ. പിന്നെ അവർക്ക് എന്തിനാ സമയം? അവരുടെ കാലിന്റെ ചുവട്ടിൽ ഇത്രയും വലിയ അതിക്രമം നടന്നിട്ട് അത് കാണാൻ ഞങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ അവർക്ക് ഏതാ ഇന്തോനേഷ്യയിലെ വിഷയം ചർച്ച ചെയ്യാമാണ്? ഏത് വിഷയമാണ് ചർച്ച ചെയ്യാമാണ്? സുപ്രീം കോടതി സമ്മതിച്ചത്, തിങ്കളാഴ്ച കേൾക്കാൻ സമ്മതിച്ചത്, കാണാൻ സമ്മതിച്ചത്. ഡൽഹി ഹൈക്കോടതി അതിലും നന്നായിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിച്ച് ബാക്കിയെല്ലാം ഇതുവരെ തീരുമാനമായി. അയാളെ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ ബിജെപിക്ക് പറ്റില്ല, കേന്ദ്ര സർക്കാരിന് പറ്റില്ല. അപ്പൊ അത് അത് വന്നിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും പോകേണ്ടത് സി ജെ പി എന്ന് പറഞ്ഞ യുവാക്കൾക്ക്. പക്ഷെ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് പ്രതിപക്ഷത്ത്. ബി ജെ പി വല്ലാതെ ദുർബലപ്പെട്ടു. ബി ജെ പിയുടെ അകത്ത് തന്നെ വലിയ തോതിലുള്ള സംഘർഷം ABVP പോലും പറയേണ്ടി വരും. പിന്നെ ഇപ്പോ രാത്രി ഇതുവരെ കിടന്നുറങ്ങിയിരുന്ന ആളെ പെട്ടെന്ന് എണീറ്റ് വന്ന് വീഡിയോ എടുത്തു വന്നു പ്രധാനമന്ത്രി. അതൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. മെയ് മാസം ആദ്യം നടന്ന പരീക്ഷയാണ്, അതിൽ തട്ടിപ്പുകൾ പുറത്തു. ജൂണിൽ ഇവര് സൂചനാ സമരം നടത്തി, ജൂൺ 6-ാം തീയതി. അതിനുശേഷം അവർ വീണ്ടും വന്നു. ഈ സമരത്തിൽ ഒന്നും തന്നെ ഇടപെടാതെ അതിനൊക്കെ ശിഷ്യന്മാരെ വെച്ചുകൊണ്ടത് രാജ്യദ്രോഹമാണ്, പാകിസ്ഥാനാണ്, ചൈനയാണ് എന്നൊക്കെ പറയിച്ച ആളുകൾ ഇപ്പോൾ എന്തായാലും ഇവര് ചർച്ചയ്ക്ക് വന്നു. ഇവര് പറഞ്ഞ 90% കാര്യങ്ങൾ അംഗീകരിച്ചു എന്നാണ് അവർ പറയുന്നത്. മന്ത്രിയുടെ രാജി ഒഴിച്ചു. അപ്പൊ ഇതൊക്കെ അതിജീവിച്ചു. NTA ഇത്രയും അപകടകരമാണ്, കുറെ വർഷങ്ങളായിട്ട് തട്ടിപ്പണുന്നു. അവരെ പിരിച്ചുവിടാൻ ഇത്ര ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ആളുകളെ കൂടി അടിപൊളിക്കേണ്ട കാര്യമില്ല. ഇവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവര് രാജ്യദ്രോഹികളല്ല എന്നുള്ളത് മനസ്സിലായി. യഥാർത്ഥ രാജ്യദ്രോഹികൾ ഇവിടുത്തെ യുവാക്കളെ പറ്റിക്കുന്ന ഭരണകൂടമാണ്. ഞാൻ പറഞ്ഞത് അത് നന്നായി എക്സ്പോസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ എക്സ്പോഷർ എത്രത്തോളം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രത്യേകിച്ച് മുന്നിലുള്ള വെല്ലുവിളി.